ഇരട്ട ഭൂചലനത്തിന് ശേഷം വെനസ്വേലയിൽ വീണ്ടും ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 4.9 തീവ്രത രേഖപ്പെടുത്തി. ഇന്നലെ വൈകിട്ടാണ് ഭൂചലനം ഉണ്ടായത്. ഇരട്ട ഭൂചലനത്തിൽ മരണസംഖ്യ 900 കടന്നു. ഹരിതയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഹരിത, ഒരു രാജ്യം മുഴുവൻ നടുങ്ങി വിറങ്ങലിച്ചു പോയ ഒരു കാര്യമാണ്. അവിടെ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കെട്ടിടങ്ങൾക്കിടയിലൊക്കെ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. 1,00,000-ഓളം പേരെ, 50,000-ഓളം പേരെ കാണാനില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഴവും കൂടുക തന്നെയല്ലേ ചെയ്യുക? ശ്യാമിലി, അന്താരാഷ്ട്ര തലത്തിൽ നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. അതായത് രണ്ട് തുടർചലനത്തിന് ശേഷം മൂന്നാമതൊരു ഭൂചലനം കൂടെ വെനസ്വേല നേരിട്ടിരിക്കുകയാണ്. 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ വെനസ്വേലയിൽ ഉണ്ടായതെന്നാണ് പറയുന്നത്. വെനസ്വേലയുടെ തെക്കൻ സീഷോർ അല്ലെങ്കിൽ തെക്കൻ കടൽ തീരത്താണ് ഇത് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ആളപായത്തെക്കുറിച്ചോ മറ്റ് നാശനഷ്ടങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും റിപ്പോർട്ടുകൾ നിലവിൽ വന്നിട്ടില്ല. എന്തായാലും ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂചലനത്തിൽ 900-ലധികം പേർ മരിക്കുകയും 3000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും വലിയ തോതിലുള്ള നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കുമെന്നാണ് ശ്യാമിലി കരുതുന്നത്. ശരി, ഹരിതയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു